ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സഞ്ചറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെ നോക്കാം. ഇപ്പൊ സാധാരണ മെസ്സേജ് അയച്ചു. ഇനി ഈ മൂന്നാമത്തെ ചിഹ്നം കണ്ടില്ലേ, സ്റ്റിക്കറിന്റെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇതൊരു സ്റ്റിക്കർ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് വിട്ട് അത് എവിടെ പോയി. ഇത് കണ്ടില്ല, ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു മെസ്സഞ്ചറിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. അത് അവിടെ സെറ്റായി കണ്ടില്ലേ. ഇനി അത് വീണ്ടും നമുക്ക് ഇത് നീങ്ങുന്നില്ല, അവിടുന്ന് മാറ്റണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പൊ വീണ്ടും മൂവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, മൂവ് കൊടുക്കുക. എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ചിട്ട് ടിക്ക് കൊടുക്കുക, അതവിടെ സെറ്റായി. ഇനി വേണ്ടെങ്കിലോ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അൺസെൻഡ് ഉണ്ട്, അൺസെൻഡ് കൊടുത്താൽ അൺസെൻഡ് ആയി പോകും. ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കാം. സ്റ്റിക്കറിന്റെ അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഒരു മ്യൂസിക്, ഒരു പാട്ട്, ഇവിടെ സെർച്ച് പോലെ വേണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കുറെ പാട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ പാട്ട് നമുക്ക് അയച്ചു കൊടുക്കുന്നത്. വീണ്ടും ഒന്നുകൂടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ പാട്ട് അവിടെ സെൻഡ് ആയി. പാടിച്ചു നോക്കാം. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അൺസെൻഡ് അത് കൊടുക്കാം. ഇനി കണ്ടില്ലേ, ഇത് കത്രിക ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഗാലറിയിൽ ഒരു ഫോട്ടോ വരും. ഈ ഫോട്ടോ അത് കട്ട് ചെയ്ത് സ്റ്റിക്കർ ആയിട്ട് നമുക്ക് കിട്ടും. കണ്ട സ്റ്റിക്കർ ഈ മോഡൽ കിട്ടുവാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഇത് കൊടുത്തിട്ട് നോർമൽ ആക്കാം. വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്താൽ കട്ടിങ് ആയിട്ട് ഇതുപോലെ വരും. ഇത് നമ്മൾ സേവ് സ്റ്റിക്കർ കൊടുക്കുക, അത് സേവ് ആയിട്ട് വരും. ഇപ്പൊ എന്റെ സ്റ്റിക്കറിൽ നോക്കിയാൽ അത് സേവ് ആയിട്ടുണ്ടാവും. എന്താ സേവ് ആയിട്ട് വന്നത് ഇതുപോലെ. ഇനി നമുക്കിത് ഇങ്ങനെ വേണം ഇങ്ങനെ അയക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം ഇങ്ങനെ അയക്കാം. ഓക്കെ. ഇനി പിന്നെ ഈ പ്ലസ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഡ്രോ എന്ന് കാണുന്നില്ലേ, ഡ്രോ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതാ ഏത് കളർ വേണം അത് കൊടുക്കാം, പച്ച, ചുവപ്പ്. നമുക്ക് എഴുതാനുണ്ടെങ്കിൽ എഴുതാം. ഇങ്ങനെ പ്രാ. ഇനി വേറെ കളർ കൊടുക്കണത് വേറെ കളർ കൊടുക്കുക, പച്ച. ഇത് വേണ്ടെങ്കിൽ മായ്ക്കാം. ഇത് ഒന്നിച്ച് ഫുള്ള് ക്യാൻസൽ ആക്കണമെങ്കിൽ ഇങ്ങനെ. മനസ്സിലായില്ലേ? ഇത് സെൻഡ് ആണെങ്കിൽ നമ്മളിവിടെ സെൻഡ് കൊടുക്കണം കേട്ടോ. സെൻഡ് ആയതാ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അറിയാത്തവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഓപ്ഷൻ വരാത്തവരാണെങ്കിൽ ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം അടിക്കുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്ഡേറ്റ് ചെയ്താലും എല്ലാവർക്കും കിട്ടണമെന്നില്ല, അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്റെ പ്രദീപ് കാസർഗോഡ് എന്നുള്ള ID ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ പ്രദീപ് കാസർഗോഡ് എന്നാണ് എന്റെ യൂട്യൂബ് ചാനൽ, അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം.